ചിത്തിരപുരം സ്കൂൾ പച്ചത്തുരുത്ത്. ഇടുക്കി ജില്ലയിലെ പള്ളിവാസൽ പഞ്ചായത്തിൽ ചിത്തിരപുരം ഗവൺമെൻറ് ഹൈസ്കൂളിൽ സ്ഥിതി ചെയ്യുന്ന പച്ചത്തുരുത്താണ് ചിത്തിരപുരം സ്കൂൾ പച്ചത്തുരുത്ത്. കേരളത്തിലെ തന്നെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ മൂന്നാറിനോട് അടുത്ത് കിടക്കുന്ന സ്ഥലം കൂടിയാണ് ചിത്തിരപുരം. പള്ളിവാസൽ പഞ്ചായത്തിലെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളിലൊന്നാണ് ചിത്തിരപുരം. ടൂറിസ്റ്റുകൾ ധാരാളം എത്തുന്ന മേഖല ആയതുകൊണ്ട് തന്നെ വീടുകളേക്കാൾ ഏറെ റിസോർട്ടുകളും ഹോം സ്റ്റേകളുമാണ് ഇവിടെ ഉള്ളത്. തേയിലത്തോട്ടത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന വഴിയോരങ്ങളിൽ പ്രദേശത്തിൻ്റെ ഭംഗി ആസ്വദിക്കുവാൻ എത്തുന്ന ടൂറിസ്റ്റുകൾക്ക് മഞ്ഞുമൂടിയ താഴ്വാരത്തിൽ സ്ഥിതി ചെയ്യുന്ന ചിത്തിരപുരം സ്കൂളും സ്കൂളിനോട് ചേർന്ന് വ്യാപിച്ചു കിടക്കുന്ന പച്ചത്തുരുത്തും ആകർഷകമായ ഒരു വിരുന്ന് തന്നെ കാഴ്ചവെക്കുന്നു. മൂന്നാറിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം ആയതുകൊണ്ട് തന്നെ മൂന്നാറിൽ ഉണ്ടാകുന്ന അതേ കാലാവസ്ഥ തന്നെയാണ്. നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ സ്കൂളായ ചിത്തിരപുരത്തിൻ്റെ മടിത്തട്ടിലാണ് നിൽക്കുന്നത്. ശരിക്കും ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളം, അതിനെ അങ്ങനെ വിശേഷിപ്പിക്കാൻ ഒരു കാരണം കൂടിയുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ടൂറിസം മേഖലയിൽ ഏറ്റവും പ്രാധാന്യം വർദ്ധിക്കുന്ന ഒരു സ്ഥലമാണ് മൂന്നാർ. ആ മൂന്നാറിൻ്റെ മടിത്തട്ടിലുള്ള ചിത്തിരപുരം സ്കൂൾ 1945 ഈ സ്കൂൾ സ്ഥാപിതമായത്. അതിനെ തുടർന്ന് ഒത്തിരി വികാസങ്ങളൊക്കെ ഇവിടെ വന്നു ചേരുകയുണ്ടായി. എന്നാൽ പോലും നമുക്കിവിടെ ഒരു ഏകദേശം 9 ഏക്കറോളം സ്ഥലമുണ്ട് ചിത്തിരപുരം സ്കൂളിന് സ്വന്തമായിട്ട്. അപ്പോൾ അവിടെ കുറേ അധികം ഭാഗങ്ങൾ മുൾപ്പടപ്പിനാലും കാട് പിടിച്ചൊക്കെ വെറുതെ കിടപ്പുണ്ടായിരുന്നു. ഹരിത കേരളം മിഷൻ്റെ ഭാഗമായിട്ട് 2021 ഈ സ്ഥലം പഞ്ചായത്തും ഏറ്റെടുക്കുകയും അതുപോലെ തന്നെ അവിടെ വളരെ ഹരിതാഭമാർന്ന ഒരു പച്ചത്തുരുത്ത് എന്ന പദ്ധതി കൊണ്ടുവരാനായിട്ട് തീരുമാനിക്കപ്പെടുകയും ചെയ്തു. വളരെ ആഘോഷപൂർവ്വമായിട്ടാണ് അന്ന് ശ്രീ എ രാജ MLA ഉൾപ്പെടുന്ന എല്ലാവരും വന്നു ചേർന്ന് ഉദ്ഘാടനം നടത്തുകയും ഈ ഭൂമിയെ ഏറ്റവും ഫലഭൂയിഷ്ടമാക്കി മാറ്റുകയും ചെയ്തത്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ട് ആ തൊഴിലുറപ്പിൽ ഉൾപ്പെട്ട ആൾക്കാരെല്ലാവരും കൂടെ ചേർന്നാണ് ഇതിനെ വളരെ സമ്പൂർണ്ണമാക്കി മാറ്റി തീർത്തത്. ഏകദേശം 60,000-ഓളം രൂപയുടെ ഫലവൃക്ഷ തൈകൾ അതുപോലെ ഔഷധ സസ്യങ്ങൾ എല്ലാം ഇതിൻ്റെ അകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. നമുക്ക് നമ്മുടെ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഉള്ള പീനട്ട് ബട്ടർ ഉൾപ്പെടെയുള്ള ആ ഫലവൃക്ഷ തോട്ടങ്ങളുണ്ട്. അതുപോലെ കടപ്ലാവുണ്ട്, അമ്പഴം, മാവ്, പ്ലാവ്, വിവിധ ഇനത്തിലുള്ള പേര, മങ്കോട്ടദേവ, ലിച്ചി, റംബൂട്ടാൻ, അങ്ങനെ അതുപോലെ കൊടംപുളി, അങ്ങനെ ഉൾപ്പെടുന്ന എല്ലാ ഐറ്റങ്ങളും നമുക്കിവിടെ ഉണ്ട്. ഈ കടപ്ലാവ് ഉൾപ്പെടുന്ന അതൊക്കെ കായ്ച്ചു തുടങ്ങുകയും ചെയ്തു. നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് പോലും നമ്മൾ കടച്ചക്ക ഭക്ഷണത്തിലൊക്കെ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പപ്പായ ഉൾപ്പെടെ എല്ലാ പച്ചക്കറികളും എല്ലാം ഈ കൂട്ടത്തിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്കൂളിന് വേണ്ടി ഹരിത കേരളം മിഷൻ സംഭാവന ചെയ്തിരിക്കുന്ന ഏറ്റവും നല്ലൊരു പദ്ധതിയാണ് പച്ചത്തുരുത്ത്. ഇനി തുടർന്ന് മുമ്പോട്ട് അതിനെ വൃത്തിയാക്കി സൂക്ഷിച്ചു കൊണ്ടുപോകാനായിട്ട് പഞ്ചായത്തിൽ നിന്നും തൊഴിലുറപ്പ് ടീം തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഏകദേശം 2-3 മാസത്തോളമായിട്ട് ഒരു 10-65ഓളം ആളുകൾ ഉൾപ്പെടുന്ന ഒരു ടീം 1 ഏക്കറോളം സ്ഥലം വൃത്തിയാക്കി സൂക്ഷിച്ചു വരികയാണ് ചെയ്തിരിക്കുന്നത്. വേസ്റ്റ് ഒന്നും ഡംപ് ചെയ്യാതെ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഏറ്റെടുത്ത് സർക്കാരും ഹരിത കേരളം മിഷനും കൂടെ ചെയ്യുന്ന ഈ പദ്ധതി വളരെ പ്രയോജനപ്രദമാണ്. പച്ചത്തുരുത്ത് ആരംഭിക്കുന്നതിന് മുമ്പ് ഈ സ്ഥലം മുൾപടർപ്പുകളാൽ മൂടപ്പെട്ടതും അധിനിവേശ സസ്യങ്ങളിലൊന്നായ കാട്ടുസൂര്യകാന്തിയാൽ വ്യാപിച്ചു കിടക്കുന്നതുമായ ചരിവുള്ള പ്രദേശമായിരുന്നു. മുൾച്ചെടികൾ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് തന്നെ പച്ചത്തുരുത്തിന് വേണ്ടിയുള്ള നിലമൊരുക്കൽ പ്രക്രിയ വളരെ പ്രയാസമേറിയതായിരുന്നു. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കഠിനാധ്വാനം കൊണ്ടും ആർജവം കൊണ്ടും മാത്രം നിർമ്മിച്ചെടുത്ത പച്ചത്തുരുത്തായി ഇതിനെ വിശേഷിപ്പിക്കാം. കളകൾ പെട്ടെന്ന് പടർന്നു പന്തലിക്കുന്ന ഒരു സാഹചര്യം കൂടി പച്ചത്തുരുത്തിന് ഉള്ളതിനാൽ എല്ലാ മാസവും തൊഴിലുറപ്പിൽപ്പെടുത്തി നിലമൊരുക്കൽ, കാട് നശിപ്പിക്കൽ എന്നീ ജോലികൾ നടത്തുന്നുണ്ട്. 2019-20 കാലഘട്ടത്തിലാണ് ചിത്തിരപുരം സ്കൂൾ പച്ചത്തുരുത്ത് ആരംഭിക്കുന്നത്. മുൾച്ചെടികളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമായിരുന്നു ഇത്. ഈ സാഹചര്യത്തിൽ ഹരിത കേരളം മിഷൻ മുൻപോട്ട് വെച്ച പച്ചത്തുരുത്ത് എന്ന ആശയം ഗ്രാമപഞ്ചായത്തിൽ അവതരിപ്പിക്കുകയും ഉപയോഗശൂന്യമായി കിടക്കുന്ന സ്കൂൾ പരിസരം പച്ചത്തുരുത്താക്കി രൂപാന്തരപ്പെടുത്തുന്നതിലേക്ക് ഇത് വഴിതെളിക്കുകയും ചെയ്തു. ഗ്രാമപഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ സ്കൂൾ അധികൃതർ, കൃഷി ഓഫീസർ, ഹരിത കേരളം മിഷൻ പ്രതിനിധി, തൊഴിലുറപ്പ് പദ്ധതി ഉദ്യോഗസ്ഥർ എന്നിവരുടെ യോഗം പഞ്ചായത്ത് തലത്തിൽ വിളിച്ചു ചേർക്കുകയും സ്കൂൾ തരിശുനിലം വിവിധ ഇനം ഫലവൃക്ഷ തൈകൾ നട്ട് പച്ചത്തുരുത്തായി മാറ്റുന്നതിന് തീരുമാനം കൈക്കൊള്ളുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ കൃഷിഭവനിൽ നിന്നും ലഭ്യമായ ഫലവൃക്ഷ തൈകളാണ് പച്ചത്തുരുത്തിൽ നട്ടുപരിപാലിച്ചത്. 50 സെന്റ് സ്ഥലത്താണ് പച്ചത്തുരുത്ത് പദ്ധതി ആരംഭിച്ചത്. തുടർന്നുള്ള വർഷങ്ങളിൽ നശിച്ചുപോയ ചെടികളുടെ റീപ്ലാന്റിങ്ങും ലഭ്യമായ സ്ഥലം വിപുലീകരണം നടത്തി പുതിയ തൈകൾ നടുന്ന പരിപാടികളും ആരംഭിച്ചു. 2025 ജൂൺ 5-ന് 30 സെന്റ് സ്ഥലം വിപുലീകരണം നടത്തി 100-ൽ ഏറെ തൈകൾ നട്ടു. എല്ലാ വർഷവും ജൂൺ 5-ന് ഗ്രാമപഞ്ചായത്തിൻ്റെയും തൊഴിലുറപ്പ് പദ്ധതിയുടെയും ആഭിമുഖ്യത്തിൽ പുതിയ തൈകൾ പച്ചത്തുരുത്തിൽ നടാറുണ്ട്.
ഇതിനായി കൃഷിഭവനിൽ നിന്നും തൈകൾ ലഭ്യമാക്കുന്നുണ്ട്. നിലവിൽ 1 ഏക്കർ സ്ഥലത്താണ് പച്ചത്തുരുത്ത് വ്യാപിച്ചിട്ടുള്ളത്. പച്ചത്തുരുത്ത് മേൽനോട്ടത്തിനുള്ള സംഘാടക സമിതിയും പഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ രൂപീകരിച്ചിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ, സ്കൂൾ അധികൃതർ, സ്കൂൾ കുട്ടികൾ, ഹരിതകേരളം മിഷൻ പ്രതിനിധികൾ, കൃഷി ഓഫീസർ, തൊഴിലുറപ്പ് പദ്ധതി പ്രതിനിധികൾ, വാർഡ് മെമ്പർ എന്നിവർ ഉൾപ്പെടുന്ന സംഘാടക സമിതിയാണ് രൂപീകരിച്ചിട്ടുള്ളത്. പച്ചത്തുരുത്ത് സംരക്ഷണത്തിന് സ്കൂൾ കുട്ടികളെയും നിയോഗിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും പച്ചത്തുരുത്തിലെ തൈകളുടെ പരിപാലനം മികച്ച രീതിയിൽ നടത്തി വരുന്നത് ഇവിടെ പണിയെടുക്കുന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾ ആണ്. ഏകദേശം 9 ഏക്കർ ഭൂമിയാണ് സ്കൂളിനുള്ളത്. ഇതിൽ ഓരോ വർഷവും തരിശുനിലം വൃത്തിയാക്കി തൈകൾ നട്ടുവരുന്നു. പുതിയതായി വിപുലീകരണം നടത്തി നിലമൊരുക്കുന്ന സ്ഥലങ്ങളിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ സ്വന്തം വീടുകളിൽ നട്ടുപരിപാലിക്കുന്ന ഗുണമേന്മയേറിയ വ്യത്യസ്ത ഇനം തൈകൾ കൊണ്ടുവന്ന് നട്ടുപരിപാലിക്കുന്ന മാതൃകാ പ്രവർത്തനവും നടക്കുന്നുണ്ട്. വിവിധ ഇനം ഫലവൃക്ഷങ്ങൾ, കുറ്റിച്ചെടികൾ, പൂച്ചെടികൾ, മരങ്ങൾ മുതലായവയാൽ സമ്പുഷ്ടമാണ് ചിത്തിരപുരം സ്കൂൾ പച്ചത്തുരുത്ത്. ആര്യവേപ്പ്, പേര, പ്ലാവ്, കപ്പളം, മാവ്, നാരകം, അരിനെല്ലി, നെല്ലി, കാപ്പി, തെങ്ങ്, വാഗ, കടപ്ലാവ്, കവുങ്ങ്, പാഷൻ ഫ്രൂട്ട്, കാറ്റാടി, വട്ട, ആത്ത, പീനട്ട് ബട്ടർ ഫ്രൂട്ട്, പനിനീർ ചമ്പ, കുടംപുളി, ഓറഞ്ച്, മാതളം, ജാതി, മുരിങ്ങ, ഞാവൽ, സബർജല്ലി, കാട്ടുപൂമരം, മൽബറി, മുട്ടപ്പഴം, ആഞ്ഞിലി തുടങ്ങി 300-ൽ പരം വിവിധ സസ്യങ്ങൾ ഉണ്ട്. 600 ശീമക്കൊന്ന കൊണ്ടുള്ള ജൈവവേലിയും സ്ഥാപിച്ചിട്ടുണ്ട്. പച്ചത്തുരുത്തിലേക്ക് ഇറങ്ങുന്നതിനായി നടപ്പാത ഒരുക്കിയിട്ടുണ്ട്. 70 വർഷം വരെ പ്രായമുള്ള വലിയ മരങ്ങളും പച്ചത്തുരുത്തിലുണ്ട്. പ്രധാന പ്രതിസന്ധിയായി എടുത്തു പറയുവാനുള്ളത് വേനൽക്കാലത്തെ ജലലഭ്യത കുറവാണ്. ചിത്തിരപുരം സ്കൂളിൽ വേനൽക്കാലത്ത് ഉപയോഗിക്കുന്നതിനാവശ്യമായ ജലം ലഭ്യമാകാറില്ല. ആദ്യഘട്ടത്തിൽ പച്ചത്തുരുത്ത് ആരംഭിച്ച സമയത്ത് വേനൽക്കാലത്ത് ജലലഭ്യത ഇല്ലാത്തതിനാൽ ധാരാളം ചെടികൾ ഉണങ്ങിപ്പോയിരുന്നു. ഇതൊരു പ്രധാന പ്രതിസന്ധിയായി കണക്കിലെടുത്ത സാഹചര്യത്തിൽ ഹരിതകേരളം മിഷന്റെ ആഭിമുഖ്യത്തിൽ ഗ്രാമപഞ്ചായത്തും സ്കൂൾ അധികൃതരും ചേർന്നുള്ള യോഗം ചേരുകയും ജലലഭ്യത ഉറപ്പുവരുത്തുന്നതിനുള്ള ചർച്ചകൾ നടത്തുകയും ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സ്കൂൾ കിണറിൽ നിന്നും പച്ചത്തുരുത്തിലേക്ക് വിനിയോഗിക്കുന്നതിന് തീരുമാനം കൈക്കൊള്ളുകയും ചെയ്തു. വേനൽക്കാലത്ത് ജലദൗർലഭ്യം ഒരു പ്രശ്നമായി നിലനിൽക്കുന്നുണ്ടെങ്കിലും സ്കൂളിൽ കിണറിൽ നിന്നുള്ള ജലം മിതമായി ഉപയോഗപ്പെടുത്തുന്നതിന് സ്കൂൾ അധികൃതർ സമ്മതം നൽകുകയും ചെയ്തു. ഇതുകൂടാതെ കാട്ടുമൃഗങ്ങളായ കേഴ, പന്നി മുതലായ മൃഗങ്ങളുടെ ശല്യവും പച്ചത്തുരുത്തിൽ ഉണ്ടായിരുന്നു. രാത്രികാലങ്ങളിൽ പച്ചത്തുരുത്തിൽ ചെടികൾ പൂർണ്ണമായി നശിപ്പിക്കുന്ന സാഹചര്യവും ഉടലെടുത്തിരുന്നു. ഇതിന് പരിഹാരമായി തൊഴിലുറപ്പ് തൊഴിലാളികൾ പുതിയതായി നട്ട തൈകൾ വലക്കമ്പി വെച്ച് മൂടി സംരക്ഷിച്ചിരുന്നു. എന്നാലും ചെടികൾ നശിക്കുന്ന അവസ്ഥയുണ്ടായപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജൈവവേലി സ്ഥാപിച്ചു. ഇതിനെ തുടർന്ന് മൃഗങ്ങളുടെ ശല്യം കുറഞ്ഞതായും കാണപ്പെട്ടു. നിലവിൽ പച്ചത്തുരുത്ത് മികച്ച രീതിയിൽ പരിപാലനം നടത്തുന്നുണ്ട്. ധാരാളം കിളികൾ, ചിത്രശലഭങ്ങൾ, ചെറു ജീവജാലങ്ങൾ എന്നിവയാൽ സമ്പുഷ്ടമാണ് ചിത്തിരപുരം സ്കൂൾ പച്ചത്തുരുത്ത്.